Hi friends, welcome back to my channel Viola's Kitchen. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഈസ്റ്ററൊക്കെ അടുത്ത് വരാതെ അതിനു മുന്നേ ഓശാന തൊട്ടടുത്തെത്തി അല്ലേ? അപ്പം നമുക്ക് ഓശാന സ്പെഷ്യൽ കോഴിക്കോട്ട ഉണ്ടാക്കിയാലോ? അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂർ സ്റ്റൈലിൽ ആണ് കോഴിക്കോട്ട ഉണ്ടാക്കുന്നത്. എന്നാൽ തൃശ്ശൂർ സ്റ്റൈലിൽ കോഴിക്കോട്ട എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. രണ്ട് സംഭവങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഒന്നാമത്തത് പീച്ചാമ്പടിയും അതേപോലെ രണ്ടാമത്തത് കോഴിക്കോട്ടയുമാണ്. ഈ പീച്ചാമ്പടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻസ് 50 ദിവസം നോയമ്പെടുക്കും. ആ 50 ദിവസം നോയമ്പെടുത്തതിൽ 40ാമത്തെ ദിവസം, അതായത് ഇപ്പൊ വെള്ളിയാഴ്ച ആയിരിക്കും വരാം, ഓശാന ഞായറാഴ്ചന്റെ ആ വെള്ളിയാഴ്ച, അതായത് 40ാം ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പീച്ചാമ്പൊടി. അപ്പൊ ഈ പീച്ചാമ്പൊടി എന്ന് പറയുന്നത് 4 വെള്ളം കൊണ്ടാണ് നമ്മൾ പീച്ചാമ്പൊടി ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് കോഴിക്കോട്ട ശനി എന്നൊക്കെ പറയും. അതായത് ശനിയാഴ്ച ഓശാന ഞായറാഴ്ച തലേ ദിവസം ശനിയാഴ്ച ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കോഴിക്കോട്ട. ഈ രണ്ട് പീച്ചാമ്പൊടിക്കും അതേപോലെ കോഴിക്കോട്ടയ്ക്കും അതിൻ്റെതായ ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഈ കോഴിക്കോട്ട ഞാൻ 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്, തേങ്ങാ കോഴിക്കോട്ടയും അതേപോലെ ശർക്കര കോഴിക്കോട്ടയും. അപ്പൊ നമുക്ക് വിശദമായി കാണാനായിട്ട് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ശർക്കര കോഴിക്കോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തില് 1/2 കപ്പ് വെള്ളം ഞാൻ മെഷറിംഗ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 200 ഗ്രാം ശർക്കരയാണ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അന്ന് ഇതിലേക്ക് ചേർക്കുവാണ്. ഇനി ശർക്കര ഇതിൽ കിടന്നിട്ട് ഉരുകണം കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ ശർക്കര ഒരുകുന്ന സമയം കൊണ്ട് ഒരു മിക്സിക്കകത്ത് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ജീരകം, ഒരു കുഞ്ഞു കഷ്ണം ചുക്ക്, അതായത് ഡ്രൈ ജിഞ്ചർ, കുറച്ച് ഏലക്ക, ഒരു 4-5 ഏലക്ക, ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജീരകവും അതേപോലെ തന്നെ ജിഞ്ചറും അതേപോലെ തന്നെ ഏലക്കായും. ഇത് നന്നായിട്ട് ഇത് ഏകദേശം ഒന്ന് വറ്റി വരാറാകുമ്പോഴത്തേനുമാണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജീരകത്തിന് ടേസ്റ്റ് ഇച്ചിരി കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ജീരകം കൂടുതൽ ഇടാം കേട്ടോ. ഈ 1/4 ടീസ്പൂൺ ജീരകം എന്നുള്ളത് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടാം കേട്ടോ. അപ്പൊ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. ഇച്ചിരി നേരം അതിനകത്ത് കിടന്ന് കുക്കായാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടാം. നമ്മൾ പൊടിച്ചിട്ടുള്ള ഈ ഏലക്കായുടെയും ചുക്കിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഈ മൂത്ത് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ശർക്കരയും തേങ്ങയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ നന്നായിട്ട് ഒന്ന് കുക്കായിട്ടുണ്ട് ഈ ശർക്കര നീരിൽ കിടന്നിട്ട്. അപ്പോൾ നമ്മുടെ ശർക്കര കൊടുക്കട്ടൊരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി പ്രൊസീജിയർ നോക്കാം. നെക്സ്റ്റ് ഒരു പാത്രം, ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് എന്ന് ഉദ്ദേശിച്ച് 230 ml മെഷറിംഗ് കപ്പാണ്. അങ്ങനത്തെ 1/2 കപ്പ് വെള്ളമാണ് ഞാനതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളയ്ക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എക്സ്ട്രാ പൊടിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഒത്തിരി കൂടി പോകരുത്, കറക്റ്റ് അളവിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്ക് പൊടി കുഴയ്ക്കാനായിട്ട് പോവാം. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഇപ്പം ഇട്ടു. 1/2 കപ്പ് കൂടി ഇടുവാണ്. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. കുറേശ്ശെ ആണ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് പയ്യെ മിക്സ് ചെയ്ത് തുടങ്ങാം. തവി വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൈ പൊള്ളും.
ഞാനിവിടെ 2 തേങ്ങ കൊഴുക്കട്ടയ്ക്കും അതുപോലെ ശർക്കര കൊഴുക്കട്ടയ്ക്കും വേണ്ടിയിട്ടാണ് ഈ 2 പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മാവ് ഈ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതായിരിക്കും. അപ്പം അത്രയും നല്ല പാകത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 1.5 കപ്പ് പൊടി എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കപ്പ് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് മിക്സ് ആവും. പക്ഷെ എന്നാലും നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. പെട്ടെന്ന് എല്ലാം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് വെള്ളം കൂടി പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എത്ര നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റായിട്ട് നമ്മുടെ കോഴിക്കോട്ട കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. കൊഴുക്കട്ടയുടെ മാവ്, അതായത് ഈ ഡവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ കുറേശ്ശെ എടുത്ത് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മാർക്കറ്റിൽ ഒത്തിരി ഷേപ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ കോഴിക്കോട്ട ഫസ്റ്റ് ശർക്കര കോഴിക്കോട്ട സാധാരണ ഉണ്ട പോലെ ഉണ്ടാക്കുക. അതല്ലാതെ ഇതുപോലെ മാർക്കറ്റിൽ ഇങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ബോൾ എടുക്കുവാണ്. അതിന് മുന്നായിട്ട് എൻ്റെ കൈ ഞാനിപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് തടവി കൊടുക്കുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ തടവി കൊടുത്തു. ഇനി നന്നായിട്ട് ഉരുട്ടാം. എന്നിട്ടൊന്ന് താഴത്തേക്ക് ഞെക്കുക. ഇത് കഴിഞ്ഞിട്ട് പയ്യെ നമ്മൾ താഴേക്ക് കുഴി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാം കേട്ടോ. എത്ര കനം കുറച്ചിട്ടുണ്ടാക്കുന്നോ അത്രയും ആയിരിക്കും ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ താഴേക്ക് കുഴി വെച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം കുഴിയായിട്ടുണ്ട് കണ്ടോ. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ഫില്ലിങ് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇനി ഒന്ന് റൗണ്ടാക്കി വെച്ചിട്ട് എല്ലാം കൂടി കൂട്ടി അടയ്ക്കുവാണ്. ഇനി ഒന്നുകൂടി ഉണ്ടയാക്കി എടുക്കുക. കൈ കൊണ്ട് റൗണ്ടാക്കി എടുക്കുക കേട്ടോ. കണ്ടോ, ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അങ്ങനെ നമ്മളത് ഓരോന്നും ഉണ്ടാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി തേങ്ങ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ തേങ്ങ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇച്ചിരി പൊടിച്ച ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഏലക്കായാണ്. ഈ 4 ഏലക്കായ പൊടിച്ചത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഞാൻ ഇവിടെ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായി മിക്സ് ചെയ്യുവാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തേങ്ങ കൊഴുക്കട്ടയുടെ ഫില്ലിങ്. തേങ്ങ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഒരു അച്ച് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ റൗണ്ടിൽ ബോൾ പോലെ ഉണ്ടാക്കാം, പല ഷേപ്പിലും ഉണ്ടാക്കാം. ഇതിലെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നും കൂടിയും പറഞ്ഞു തരാം. അപ്പം ഞാൻ തേങ്ങ കൊഴുക്കട്ട ഈ അച്ചിനകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അച്ചിനകത്ത് എണ്ണ തൂക്കി കൊടുക്കുക നന്നായിട്ട്. അതിനുശേഷം കുറച്ച് ഇതുപോലെ ഒരു കുഞ്ഞ് ബോളാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ബോളാക്കാം. ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇവിടെ നടുക്കിലൊരു കുഞ്ഞൊരു കുഴി പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതായത് നമുക്ക് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഉണ്ടാക്കുന്നത്. ചെറുതായിട്ട് കുഴി പോലെ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഇതിലും ഞാനൊരു കുഞ്ഞു ബോൾ ഉണ്ടാക്കി ഇവിടെ വയ്ക്കുവാണ്.
എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് നടുക്കിലൊരു കുഞ്ഞ് കുഴി പോലെ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പയ്യെ അടയ്ക്കുക. നന്നായി പ്രസ് ചെയ്യാം. എന്നിട്ട് പയ്യെ തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ബട്ടർ നൈഫ് വെച്ചിട്ട് പയ്യെ ഒന്ന് എടുക്കാം. ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അടിയിലൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷേപ്പിലുള്ള കോഴിക്കോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിനകത്ത് വയ്ക്കുവാണ്. അപ്പം ഇത് ഞാനൊരു ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ച് ഞാൻ ഒരു സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഞാനൊരു ബേക്കിംഗ് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി തട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി തട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഓരോ കോഴിക്കോട്ടുകൾ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. നമ്മുടെ ശർക്കര കൊഴുക്കട്ട വെച്ചു. ഇനി നമ്മൾ തേങ്ങ കൊഴുക്കട്ട വയ്ക്കുവാണ്. ഇനി നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പം ഞാനത് അടച്ചു വെച്ചു. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. നമ്മളിതിൽ ആവി കയറിയിട്ട് വേണം വേവാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. ഇപ്പോൾ നമുക്ക് നോക്കാം വെന്തോന്നുള്ളത്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. നമ്മൾ ശർക്കര വെച്ചിട്ടുള്ള കോഴിക്കോട്ട സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി തേങ്ങ കോഴിക്കോട്ട മാറ്റുവാണ്. ഇനി നമുക്ക് പീച്ചാമ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 കപ്പ് വെള്ളം ഞാനൊരു സോസ് പാനിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഓഫ് ചെയ്തു. ഇനി നമുക്ക് പൊടി കുഴയ്ക്കാനായിട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ കുഞ്ഞു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം. എന്നിട്ട് ഞാനിതൊരു മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാനാണ് പോകുന്നത്. ഒത്തിരി ഒന്നും കറക്കണ്ട, ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ അടിച്ചെടുത്തത്. ഇതിനകത്ത് നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് അരഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെയിം നമ്മുടെ നേരത്തെ കോഴിക്കോട്ട് ഉണ്ടാക്കിയ പാത്രം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മറിച്ച് വെച്ചിട്ടുള്ള തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എന്നുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കണം. നമ്മൾ മിക്സ് ചെയ്ത് അടച്ചു വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗാർലിക്കിൻ്റെ മണവും സ്മെല്ലും എല്ലാതും ഇതിലേക്ക് നമ്മുടെ പൊടിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നമ്മൾ അടച്ചു വെക്കണം. 10 മിനിറ്റ് ശേഷം നമ്മൾ 10 മിനിറ്റ് ശേഷം തുറന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. തിളച്ച വെള്ളമാണ്. അതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഞാൻ 1/2 കപ്പ് പൊടിയാണ് എടുത്തത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം മതി. എന്നാലും നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. 1/2 കപ്പ് വെള്ളമാണ്. അതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഞാൻ 1/2 കപ്പ് പൊടിയാണ് എടുത്തത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം മതിയായിരിക്കും. എന്നാലും നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. 1/2 കപ്പ്
എന്നിട്ട് നേരത്തെ പോലെ കോഴിക്കോട്ട കുഴച്ച പോലെ തന്നെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. അത് ഞാൻ കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുക്കുവാണ്. ഇതിനകത്ത് ജീരകവും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ചിലവർ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർക്കും. ഞാനിതിനകത്ത് ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മുടെ പീച്ചാമ്പടിയുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു കുഞ്ഞ് ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുവാണ്. ഇച്ചിരി എണ്ണ തൂക്കി കൊടുക്കാം. പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തൂക്കി കൊടുക്കുന്നത്. ഇത് നമ്മൾ ബോളാക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ബോളാക്കി എടുക്കാം. ഇപ്പോൾ ബോളായി കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 4 വിരലില്ലേ, ഈ 4 വിരൽ ഇങ്ങനെ നമ്മൾ ഞെക്കണം. 4 വിരലാണ് ഞെക്കേണ്ട ആവശ്യമുള്ളൂ. കണ്ടോ? 1 2 3 4 അങ്ങനെ 4 വിരൽ. ഇതാണ് പീച്ചാമ്പൊടി എന്ന് പറയുന്നത്. അതുപോലെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പീച്ചാമ്പൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇതിനകത്ത് 4 വിരലേ വരുന്നുള്ളൂ. 1 2 3 4 കണ്ടോ? അങ്ങനെ 4 വിരൽ കൊണ്ട് നമ്മൾ പീച്ചെടുക്കുന്നതാണ് ഈ പീച്ചാമ്പൊടി എന്ന് പറയുന്നത്. ഇനിയും ഇത് നമ്മുടെ മറ്റേ കോഴിക്കോട്ട കുക്ക് ചെയ്തെടുത്ത പോലെ തന്നെ ഇതും കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നേരത്തെ നമ്മൾ തേങ്ങ കോഴിക്കോട്ടയും ശർക്കര കോഴിക്കോട്ടയും ഉണ്ടാക്കിയ പോലെ തന്നെ ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡിലേക്ക് ഗ്രീസ് ചെയ്തിട്ടുള്ള പാത്രം ഞാൻ വെക്കുവാണ്. ഇതിലേക്ക് നമ്മുടെ പീച്ചാമ്പൊടി ഓരോന്നായിട്ട് ഇടുവാണ്. ഇതിൽ ഓരോ പീച്ചാമ്പൊടി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പീച്ചാമ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ 3 കോഴിക്കോട്ടയും ഇപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഈ 3 കോഴിക്കോട്ടയും. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് പീച്ചാമ്പൊടിയാണ്. പീച്ചാമ്പൊടി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ എന്ന് പറയുന്നത് തേങ്ങ കൊഴുക്കട്ടയാണ്. തേങ്ങ കൊഴുക്കട്ടയും അതേപോലെ വളരെ സിമ്പിളാണ്. ഇത് ഇങ്ങനത്തെ അച്ചൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് ശർക്കര കൊഴുക്കട്ടയാണ്. പിന്നെയെന്ന് പറയുന്നത് ശർക്കര കൊഴുക്കട്ടയാണ്. അതും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് പിന്നെ കാണാം.